അങ്കമാടിയിൽ പഠിപ്പിച്ച ടീച്ചർ സ്ഥാനാർത്ഥി. എന്തിനാ? എല്ലാവർക്കും അറിയാം. അവരെന്ത് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യും? ഒന്നും ചെയ്യാൻ പോണില്ല. അഡ്വക്കേറ്റിന് എന്ത് ദീർഘവീക്ഷണമുണ്ട്? ഞാൻ ആരെയും ഒരു പാർട്ടി പറയുന്നില്ല. ഒരു MP ആയിട്ട് പോകുന്ന ആള് ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയാത്തവൾ പോയിട്ട് എന്താ കാര്യം? അത് തന്നെ. യൂട്യൂബിൽ നമ്മൾ കണ്ടതാ ഒരു ടീച്ചർ സംസാരിക്കുന്നത്. വ്യത്യസ്തരായിട്ടുള്ള കേരളത്തിലെ ഒരാളാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി. ഞാൻ സമാന്തര സർവീസ് റോഡ് വേണം. അതില്ല. ഇവന്മാരൊക്കെ ഓരോ തവണയും ടോൾ പ്ലാസയിൽ റേറ്റ് കൂട്ടുന്നതല്ലാണ്ട് നമുക്കൊരു സേവനവും കിട്ടുന്നില്ല. ഒരു സാധാരണക്കാരൻ +2 കഴിഞ്ഞ് തുടർ പഠനത്തിന് പോകണമെങ്കിലോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ഉന്നത വിദ്യാഭ്യാസം നേടി 25 വയസ്സായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ മിനിമം 10,000 രൂപ വേതനം കൊടുക്കണം. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പെൻഷനൊക്കെ 1:1 പെൻഷൻ 10,000 രൂപ. അതാ പറഞ്ഞത്, മിനിമം 10,000 രൂപ കൊടുക്കണം. അല്ലാണ്ട് ഈ 1,600 രൂപയൊക്കെ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? ഇവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് പോകണമെങ്കിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ പോയാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാശ് തീർന്നു. പിന്നെ കൊച്ചുമക്കൾക്ക് കാശ് മിഠായി മേടിച്ചു കൊടുക്കണമെങ്കിലോ അപ്പുറത്തവനോട് കടം മേടിക്കണം. ഇതാണ് നമ്മുടെ വാർഡിൻ്റെ അവസ്ഥ. മേഖല കംപ്ലീറ്റ് നിന്നു, ആർക്കും പണിയില്ല, ഇന്ത്യക്കാർക്ക് തിരിച്ചു പോവാ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണം വേണം. അല്ലെങ്കിൽ ഇവരാ പണിക്ക് നിൽക്കരുത്. എന്തോരം പറഞ്ഞാലും അവർക്കുണ്ടാവില്ല. ഇവിടെ എപ്പോഴും നമ്മൾ കാണാം ഒരു ടീച്ചർ, അഡ്വക്കേറ്റ്, ഇവരൊന്നും അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്തവരല്ല. LKG അല്ലെങ്കിൽ അങ്കമാടിയിൽ പഠിപ്പിച്ച ടീച്ചർ സ്ഥാനാർത്ഥി. എന്തിനാ? എല്ലാവർക്കും അറിയാം. അവരെന്ത് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യും? ഒന്നും ചെയ്യാൻ പോണില്ല. അഡ്വക്കേറ്റിന് എന്ത് ദീർഘവീക്ഷണമുണ്ട്? ഞാൻ ആരെയും ഒരു പാർട്ടി പറയുന്നില്ല. ഒരു MP ആയിട്ട് പോകുന്ന ആള് ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയാത്തവൾ പോയിട്ട് എന്താ കാര്യം? അത് തന്നെ. യൂട്യൂബിൽ നമ്മൾ കണ്ടതാ ഒരു ടീച്ചർ സംസാരിക്കുന്നത്. വ്യത്യസ്തരായിട്ടുള്ള കേരളത്തിലെ ഒരാളാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി. ഞാനൊരു കാര്യം പറയുന്നതല്ല. നമ്മുടെ ഇവിടെ നിന്ന് ഒരു MP ജയിച്ചു പോയാൽ, MLA ജയിച്ചു പോയാൽ അവർക്കൊരു 25 സ്റ്റാഫ് മിനിമം ഉണ്ടാവും. നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവിടെ അയാളുടെ മാത്രം ജോലിയാണ്. ആ നാടിൻ്റെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അയാൾ പാർലമെൻറ്റിൽ പോയിട്ട് സംസാരിക്കേണ്ടത് അയാളാണ്. അല്ലാണ്ട് അയാൾക്ക് എഴുതി കൊടുക്കാൻ ഒരാൾ, പറയേണ്ടത് ഒരാൾ, ഇതൊന്നുമില്ല. അയാൾ മാത്രമാണ് ആ ജോലി ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും ഡയറക്റ്റ് പൊളിറ്റിക്സാണ് കേരളത്തിൽ. ഇവിടെ അങ്ങനെ പോയതുകൊണ്ടാണ് നമ്മളിപ്പോഴും 25 വർഷം മുമ്പ് ഈ റോഡ് എങ്ങനെ കടന്നു വെച്ചാൽ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എന്നിട്ട് എന്നാ നമ്മൾ തമിഴ്നാട്ടിലോട്ടോ കർണാടകത്തിലോട്ടോ എവിടെയെങ്കിലൊക്കെ ചെന്ന് നോക്കി ഡെവലപ്മെന്റ് നോക്ക്. ഇപ്പോഴും എന്നിട്ട് നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തും. നമ്മളെന്തെങ്കിലും പറഞ്ഞാലോ രാഷ്ട്രീയക്കാരൻ പറയും നീ ആരാന്ന് പറയാന്ന് ചോദിക്കണം. പൊതുജന സഞ്ചാരം, പൊതുജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് ഇപ്പോഴും കിടക്കുന്നത്. എന്തായാലും പൊക്കോട്ടെ. ഓക്കെ, ഇത്തവണ മറക്കരുത്, ക്യാമറയാണ് ചിഹ്നം. ഓക്കെ.